ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? അലഫ്ത സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് വൈകിപ്പിക്കാൻ തന്നെ നേരെ നമ്മുടെ എപ്പിസോഡിലേക്ക് പോയാലോ. എപ്പിസോഡിൻ്റെ തുടക്കം തന്നെ കാണിക്കുന്നത് അദേശിനെയാണ്. മേജനെ രക്ഷിച്ച് അവനെ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ സീനുകളൊന്നും നമുക്ക് കാണിച്ചു തരുന്നില്ല. ഡയറക്റ്റായിട്ട് അദേശ് ജമാലിന് കോൾ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അവന് ജമാലിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കും. ഇതുവരെ ഒരു കാര്യങ്ങളും റെഡി ആയിട്ടില്ലെന്ന് ജമാലും പറയുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ നമുക്കിതൊക്കെ ആരാ ചെയ്തെന്ന് കണ്ടുപിടിക്കണമെന്ന് അദേശ് ജമാലോട് പറയും. ജമാലും പറയും, ഇതൊരിക്കലും നോർമൽ ആയിട്ടുള്ള ഒരാളായിരിക്കില്ല. ഒന്നെങ്കിൽ ഇതെല്ലാവരും റിവെഞ്ചിന് പുറമായിട്ടായിരിക്കും ചെയ്യുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ അത് വല്ല സൈക്കോപാത്തും ആയിരിക്കും, അല്ലെങ്കിൽ ആരെങ്കിലും ഇതുപോലെയൊക്കെ ചെയ്യുമോ? എന്തായാലും എൻ്റെ ഭാര്യ എൻ്റെ കൺമുന്നിൽ നിന്നാണ് അവൻ തട്ടിക്കൊണ്ടുപോയത്. ആ കാര്യത്തിൽ ഞാൻ അവനെ ഒരിക്കലും വെറുതെ വിടാൻ പോകുന്നില്ല. എന്തൊക്കെയാണെങ്കിലും ഇതെൻ്റെ തെറ്റാ. ഞാൻ ഒരിക്കലും അവളെ അവിടുന്ന് പറഞ്ഞേക്കാൻ പാടില്ലായിരുന്നു. ഇതേക്കുമ്പോൾ ജമാലും പറയും, അദേശ്, നീ കുറച്ച് ദിവസമായിട്ട് നിന്നെ തന്നെ ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുകയാണല്ലോ. നീ എന്തിനാ വെറുതെ നിന്നെ കുറ്റം പറയുന്നത്? ഇതിന് നിൻ്റെ ഒരു തെറ്റാണത്. അവൾക്ക് ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ നീ അത് സമ്മതിക്കായിരുന്നോ? ഇല്ലല്ലോ. അപ്പോൾ പിന്നെ ആ ചാപ്റ്റർ അങ്ങ് ക്ലോസ് ചെയ്തേക്ക്. ഇല്ല, ഞാൻ ഇതിനെക്കുറിച്ച് ആലോചിക്കേണ്ടതായിരുന്നു. അവൾക്ക് എന്തെങ്കിലും സംഭവിക്കുന്നത് ഞാൻ മനസ്സിലാക്കണമായിരുന്നു. ഇതെല്ലാം എൻ്റെ തെറ്റ് തന്നെയാണ്. ഇതിനൊരിക്കലും ഞാൻ എന്നോട് തന്നെ ക്ഷമിക്കാൻ പോകുന്നില്ലെന്ന് അദേശ് ജമാലിനോട് പറയും. എൻ്റെ പൊന്നദേശ്, ഇതിൽ നിൻ്റെ തെറ്റൊന്നും ഇല്ല. നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ഇത് ചെയ്തവർ നമ്മൾ കണ്ടുപിടിച്ച് ശിക്ഷിച്ചിരിക്കും. ഇതേക്കുമ്പോൾ ആദേശം പറയും, അതെ, എത്രയും പെട്ടെന്ന് തന്നെ അവൻ നമ്മൾ കൈയോട് പിടിക്കണം. അതിനുശേഷം അവർ ഞാൻ എൻ്റെ കൈ കൊണ്ട് തന്നെ പണി ചെയ്യും. ഞാൻ എന്തായാലും അതിനുവേണ്ട കാര്യങ്ങളൊക്കെ വേഗം ചെയ്യാം. എത്രയും പെട്ടെന്ന് നമുക്ക് അവരെ കണ്ടുപിടിക്കാമെന്ന് ജമാലും പറയും. നീ ഇപ്പം മേജൻ്റെ കൂടെ ഇരിക്കേണ്ടതാണ് അത്യാവശ്യം. അവളിപ്പോൾ ആകെ വയ്യാണ്ടിരിക്കുകയായിരിക്കില്ലേ, നീ അവളുടെ കൂടെ തന്നെ ഉണ്ടാവണമെന്ന് ജമാൽ അദേശിനോട് പറയും. അപ്പോഴാണ് മേജൻ പെട്ടെന്ന് എഴുന്നേക്കുന്ന പോലെ അദേശം തോന്നുന്നത്. മേജൻ ഇപ്പോൾ എഴുന്നേക്കാൻ പോകുമെന്ന് തോന്നുന്നത്. ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് അദേശ് കോള് കട്ട് ചെയ്യും. അതിനുശേഷം അദേശ് മേജൻ്റെ അടുത്തൊന്നും ഇരിക്കുമ്പോൾ അവൾ എന്തോ ഒരു ദുസ്വപ്നം കണ്ടിരിക്കുകയായിരിക്കും. അത് കാണുമ്പോൾ അദേശ് പെട്ടെന്ന് മേജനെ വിളിക്കാൻ നോക്കും. മേജൻ പെട്ടെന്ന് ആ സ്വപ്നത്തിൽ നിന്ന് എഴുന്നേറ്റ് അദേശിനെ കെട്ടിപ്പിടിക്കും. അത് കാണുമ്പോൾ അദേശ് അവളെ സമാധാനിപ്പിക്കും. ഇല്ല മേജൻ, ഒന്നുമില്ല, നീ പേടിക്കണ്ട. നീ ചെറുതായിട്ട് ഒരു പേടി സ്വപ്നം കണ്ടാന്ന് തോന്നുന്നത്. അത് സാരമില്ല, ഇപ്പം കുഴപ്പമൊന്നുമില്ല. നീ ഇപ്പം എൻ്റെ അടുത്തല്ലേ, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്. അപ്പം പിന്നെ നിനക്കൊന്നും സംഭവിക്കില്ലല്ലോ. ഇത് കേൾക്കുമ്പോൾ മേജനും പറയും, അദേശ്, നീ എന്നെ എപ്പോഴെങ്കിലും ഒറ്റക്കാക്കിയിട്ട് പോവോ? ഒരിക്കലും ഇല്ലാന്ന് അദേശ് അവളോട് പറയും. ഞാൻ എപ്പോഴും നിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. നിനക്ക് എന്തെങ്കിലും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കുമോ? നിനക്കൊരിക്കലും ഒന്നും സംഭവിക്കില്ല. കാരണം ഞാൻ എപ്പോഴും നിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. നീ എന്നെ വിശ്വസിക്കുക. ഇത് കേൾക്കുമ്പോൾ മേജൻ പറയും, അദേശ്, എനിക്ക് നിന്നെ നല്ല വിശ്വാസമുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ നിന്നെ മാത്രമേ വിശ്വസിക്കാൻ കഴിയുന്നുള്ളൂ എന്ന് അവൾ അവളുടെ മനസ്സിൽ പറയും. അദേശ്, സോറി, നിനക്കിപ്പോൾ ഞാൻ കാരണം മര്യാദക്ക് ഒന്ന് ഉറങ്ങാൻ പോലും കഴിയുന്നില്ലല്ലേ. എപ്പോഴും ഞാനിതുപോലെ നൈറ്റ് മെയർസ് കണ്ട് ഞെട്ടി എഴുന്നേക്കല്ലേ. ഇതെല്ലാം കേൾക്കുമ്പോൾ അദേശം പറയും, മേജൻ, നീ എന്തിനാ എന്നോട് സോറി പറയുന്നത്? അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ. എന്നാൽ ഞാൻ നിന്നോടിപ്പോൾ നന്ദി പറയാം. കാരണം നീ ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഞാനിവിടെ ഉണ്ടാവില്ലായിരുന്നു. ദേ വീണ്ടും നീ എന്നോട് താങ്ക്സോ സോറിയോ ഒന്നും പറയേണ്ട ആവശ്യമില്ലെന്ന് നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട്. നീ അതിന് ഞാൻ പറയുന്ന എന്തെങ്കിലും കേൾക്കാറുണ്ടോ? അതേക്കുമ്പോൾ മേജനും ചിരി വരും. പിന്നെ അല്ലാതെ അദേശ്, ഞാൻ നിന്നോട് താങ്ക്സ് പറഞ്ഞില്ലെങ്കിൽ പിന്നെ വേറെ ആരോടാണ് ഞാൻ പറയേണ്ടത്? കാരണം ഞാനിപ്പോൾ ഇവിടെ നിൻ്റെ മുന്നിൽ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ, ഞാനിപ്പോൾ ശ്വാസം വലിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം നീ കാരണം മാത്രമാണ്. നീ ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാവില്ലായിരുന്നു എന്ന് അവൾ അദേശിനോട് പറയും. അതേക്കുമ്പോൾ അദേശിന് ഒത്തിരി ഫീലാവും. അതിനുശേഷം അവൾക്ക് വാഷ്റൂമിൽ പോകാനുണ്ടെന്ന് പറയുമ്പോൾ അദേശ് അവളെ എഴുന്നേക്കാനും നടക്കാനും ഒക്കെ സഹായിക്കുന്നുണ്ട്. അതിനുശേഷം അവൻ ആ വരാന്തയിൽ പുറത്തേക്ക് നോക്കി നിൽക്കുമായിരിക്കും. മേജൻ അത് കാണുമ്പോൾ അവൻ്റെ അടുത്തേക്ക് ഒരു ജാക്കറ്റ് കൊണ്ടുവന്ന് ആ ജാക്കറ്റ് അവനെ കൊണ്ട് ഇടിപ്പിക്കും. പുറത്ത് നല്ല തണുപ്പുണ്ട്, ഇങ്ങനെ എന്നാൽ നിനക്ക് ജലദോഷം പിടിക്കുമെന്ന് പറയും. അതിനുശേഷം ആദേശ് മേജനോട് പറയും, അല്ല, നീ എന്താ ഇവിടെ നിൽക്കുന്നത്? നിനക്ക് എന്തായാലും ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നല്ല അസുഖം വരും. ഓൾറെഡി നീ വയ്യാണ്ടിരിക്കല്ലേ, നീ ഇപ്പോൾ അവിടെ പോയി കിടന്നെന്ന് പറയും. പക്ഷേ എനിക്കത് കുഴപ്പമില്ലെന്ന് മേജൻ പറയുന്നുണ്ടെങ്കിലും ആദേശത്തിന് സമ്മതിക്കുന്നില്ല. പറ്റില്ല, നിനക്ക് എന്തായാലും നല്ല കോൾഡ് വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പം നല്ല തണുപ്പാണ് പുറത്ത്. പക്ഷേ മേജൻ ഒരേ വാശി, ഇല്ല, ഞാൻ ഇവിടെ നിൽക്കാം. എന്തായാലും എനിക്ക് അവിടെ ഇരുന്ന് മടുത്തു. അതല്ല, കുറച്ച് ഫ്രഷ് എയർ ശ്വസിച്ച് നന്നായിരിക്കുന്നു മേജനും പറയും. അതുമല്ല, അതിന് പുറമായിട്ട് അവൾ വേറെ ഒരു പുതപ്പും കൂടി ഇടും. കണ്ടോ, ഇപ്പം ഞാൻ ഫുള്ളി കവേർഡാ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ. അല്ലാതെ ഞാൻ പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ലല്ലോ. ഇനി എനിക്ക് എന്തെങ്കിലും വയ്യാതായ ഞാൻ നിന്നെ നോക്കാനൊന്നും വരില്ല. ഇല്ല ദേശ്, നീ ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കില്ലെന്ന് എനിക്കറിയാം. അപ്പം ഇനി അതുകൊണ്ടാണോ നീ മനഃപൂർവ്വം ഓരോ അസുഖങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്, ഞാൻ നിന്നെ ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടിയിട്ട്? അല്ല ദേശ്, എനിക്ക് കുറച്ച് നേരം പുറത്ത് കുറച്ച് ഫ്രഷ് എയർ ശ്വസിച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വീട്ടിലേക്ക് വന്നത്. എന്തായാലും കുറേ നേരമായിട്ട് ഞാൻ ആ റൂമിൽ തന്നെ ഇരിക്കല്ലേ. അതിനുശേഷം അവർ രണ്ടുപേരും അവിടെ ഇരുന്ന് കുറച്ച് നേരം സംസാരിക്കും. അദേശ് പറയും, മതി, ഇപ്പം തന്നെ കുറേ ടൈമായി. ഇനി നീ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് എന്തായാലും അസുഖം വരും. നീ പോയി കിടന്നോന്ന് പറഞ്ഞ് അദേശ് അവളെ കൊണ്ട് റൂമിലേക്ക് വരും. അങ്ങനെ അവൾ അവിടെ കിടത്തും. അവൻ അവളെ ഇത്രയും കെയർ ചെയ്ത് നോക്കുന്ന കാണുമ്പോൾ മേജന് ഒത്തിരി സന്തോഷമാവും. നിനക്ക് സുഖമല്ലേ, കുഴപ്പമൊന്നുമില്ലല്ലോ, ഇങ്ങനെ തന്നെ കിടന്നാൽ പോരുന്നൊക്കെ അവൾ ഒരുപാട് തവണ ചോദിക്കുന്നുണ്ട്. അതേ ദേശം, എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് അവൾ പറയും. അതിനുശേഷം അവൻ അവളുടെ അടുത്ത് തന്നെ ഇരിക്കുകയായിരിക്കും. മേജനാകെ ടെൻഷനായിരിക്കുന്ന കാണുമ്പോൾ ആദേശ് അവളോട് പേടിക്കണ്ടെന്ന് പറയും. ഞാൻ നിൻ്റെ കൂടെ അല്ലേ, പിന്നെ നീ എന്തിനെ പേടിക്കുന്നതെന്ന് പറഞ്ഞ് അവൻ അവളുടെ കൈയും പിടിച്ച് അവിടെ ഇരിക്കും. അപ്പോൾ അവൾ വേഗം ഉറങ്ങും.
അത് കാണുമ്പോൾ ആദേശ് അവളുടെ കയ്യിൽ കിസ് ചെയ്യും. അങ്ങനെ അടുത്ത ദിവസം രാവിലെ മാജൻ എഴുന്നേൽക്കുമ്പോഴും ആദേശ് അവളുടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അവൻ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ അവൾ ഓക്കെ ആണെന്ന് പറയും. എങ്കിൽ നമുക്ക് കുറച്ചു നേരം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുമ്പ് ഗാർഡനിൽ പോയിരുന്നാലും കുറച്ച് ഫ്രഷ് എയറും ശ്വസിക്കാമല്ലോ എന്ന് ആദേശ് അവളോട് പറയും. അത് കേൾക്കുമ്പോൾ അവൾ കുറച്ച് ടെൻഷനാവും. കാരണം അവൾക്കിപ്പോൾ പുറത്തിറങ്ങാനുള്ള പേടിയാണ്. ഇല്ല ആദേശ്, നീ വേണമെന്നുണ്ടെങ്കിൽ നീ പോയിക്കോ, ഞാനെന്തായാലും ഇവിടെ തന്നെ ഇരുന്നോളാം എന്ന് അവൾ പറയും. അത് കേൾക്കുമ്പോൾ അവന് മനസ്സിലാവും അവൾക്ക് പുറത്തിറങ്ങാൻ പേടിയാണെന്ന്. ആദേശ് പറയും, സത്യം പറഞ്ഞാൽ പേടി എന്ന് പറയുന്നത് പുറത്തുള്ളതല്ല, അത് നിന്റെ മനസ്സിൻ്റെ ഉള്ളിലാണ്. ആ പേടി നമുക്ക് എത്ര പെട്ടെന്ന് കളയണ്ടേ. അതല്ല, നീ പുറത്തേക്ക് ഒറ്റയ്ക്കല്ലല്ലോ, എൻ്റെ കൂടെയല്ലേ പോകുന്നത്. എൻ്റെ കൂടെ നീ എവിടേക്ക് വന്നാലും നീ സേഫ് ആയിരിക്കുന്നത് നിനക്കറിയില്ലേ. അതെനിക്ക് അറിയാമെന്ന് മാജന് പറയും. എങ്കിൽ നമുക്ക് പോയാലോ. ഇതൊക്കെ കേൾക്കുമ്പോൾ മാജന് സന്തോഷമാവും. എന്നാൽ ഞാൻ വേഗം പോയി മുഖമൊക്കെ കഴുകിയിട്ട് വരാമെന്ന് പറഞ്ഞ് അവൾ വേഗം വാഷ്റൂമിലേക്ക് പോകും. അങ്ങനെ അവൾ ഫ്രഷായി പുറത്തേക്ക് വരുമ്പോൾ ആദേശ് അവളെ കൊണ്ടൊരു കോട്ട് ഇടിപ്പിക്കും. അത് കാണുമ്പോൾ അവളും പറയും, ആദേശ് ഞാൻ മാത്രം ജാക്കറ്റ് ഇട്ടാൽ മതിയോ, നിനക്ക് തണുക്കില്ലേ, പുറത്ത് നല്ല തണുപ്പായിരിക്കും. പക്ഷേ അതൊന്നും കുഴപ്പമില്ലെന്ന് അവൻ പറയും. എങ്കിലും മാജൻ അത് സമ്മതിക്കില്ല. അവൾ അവനക്ക് വേണ്ടി ഒരു ജാക്കറ്റ് കൊണ്ടുവന്ന് അത് അവനക്ക് ഇട്ടുകൊടുക്കും. അതെല്ലാം കാണുമ്പോൾ അവനക്ക് സന്തോഷവും. എങ്കിൽ നമുക്ക് രണ്ടുപേർക്കും പോയാലോ എന്ന് പറഞ്ഞ് അവർ അവിടെ നിന്നും പോവും. അങ്ങനെ അവർ രണ്ടുപേരും ഗാർഡനിൽ ഫ്രഷ് എയർ ഒക്കെ ശ്വസിച്ച് ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. നീ ഒരു പുസ്തകപ്പുഴാണല്ലേ, അതെന്താ നീ അങ്ങനെ ചോദിച്ചേ? ഒന്നുമില്ല, നീ എത്ര പെട്ടെന്ന് ഓരോ ബുക്സ് എല്ലാം വായിച്ചു കഴിയുന്നത്, അങ്ങനെയൊക്കെ പറഞ്ഞ് അവർ ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോഴാണ് പെട്ടെന്നൊരു സൗണ്ട് കേൾക്കുന്നത്. അത് കേൾക്കുമ്പോൾ മാജൻ പെട്ടെന്ന് പേടിയായി അവൾ ആദേശിൻ്റെ അടുത്തേക്ക് വരും. അത് കാണുമ്പോൾ ആദേശ് അവളോട് സമാധാനിപ്പിക്കും. മാജൻ, നീ പേടിക്കേണ്ട ആവശ്യമില്ല, അതൊരു ചെറിയ പൂച്ചയാണ്, അതിൻ്റെ സൗണ്ടാണ് കേട്ടത്. അത് കേൾക്കുമ്പോൾ മാജൻ ഒത്തിരി വിഷമാവും. ആദേശ്, ഇങ്ങനെ ആയത് എനിക്കറിയില്ല. എനിക്കിപ്പോൾ ഓരോ കാര്യങ്ങളും ഭയങ്കരമായിട്ട് പേടി തോന്നുക. ഇതെല്ലാം എങ്ങനെ അവസാനിക്കുകയെന്ന് എനിക്കറിയില്ല. ഇതെല്ലാം കേൾക്കുമ്പോൾ ആദേശ് അവളെ വീണ്ടും സമാധാനിപ്പിക്കും. മാജൻ, നീ നിന്നെ തന്നെ ഇങ്ങനെ പുഷ് ചെയ്യേണ്ട ആവശ്യമില്ല, എല്ലാം ശരിയാക്കിക്കോളും. എനിക്കിപ്പോൾ ഇങ്ങനെ പെട്ടെന്നൊരു ആക്സിഡൻറ്റ് സംഭവിച്ചുകൊണ്ടല്ലേ, നീ നിനക്ക് തന്നെ കുറച്ച് സമയം കൊടുത്താൽ മതി. ഈ പേടി എന്നൊക്കെ പറയുന്നത് അത്ര പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല, എല്ലാം അതിൻ്റെ സമയത്ത് ശരിയായിക്കോളും എന്ന് ആദേശ് അവരോട് പറയും. അത് കേൾക്കുമ്പോൾ മാജനും പറയും, അതെ, ഞാനിപ്പോൾ ഈ ഇൻസിഡൻസുകളൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ വീക്കായി മാറിയിരിക്കുന്നത്. ഒരു തവണയൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, ഇതിപ്പോൾ 2-3 തവണ ആയില്ലേ ഇങ്ങനെ സംഭവിക്കുന്നു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ വീക്കായി വരുന്നത്. പക്ഷേ ഞാൻ ശരിക്കും സ്ട്രോങ് ആയിരുന്നു. അത് കേൾക്കുമ്പോൾ ആദേശം പറയും, അത് പിന്നെ എനിക്ക് നന്നായിട്ട് അറിയാമല്ലോ, നീ എന്നെ അടിക്കാൻ വന്ന ആൾക്കാരെ ഫോളോ ചെയ്ത് അവർ തിരിച്ചടിച്ച് നല്ല മാസിൽ പോയവളല്ലേ, പിന്നെ എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് ആദേശ് അവളോട് പറയും. അത് കേൾക്കുമ്പോൾ അവൾക്കും ചിരി വരും. അപ്പോഴാണ് അവിടേക്ക് നെർമീനും ഹൈദറും വരുന്നത്. മാജൻ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, നീ ഓക്കെ അല്ലേ, നീ പുറത്തേക്ക് ഇറങ്ങിയത് എന്തായാലും നന്നായി. അത് കേൾക്കുമ്പോൾ ഹൈദറും പറയും, എന്തായാലും നീ ഒരുപാട് തവണ ഇവിടെ ഇരിക്കുന്നു വേണ്ട, നല്ല തണുപ്പാണ്, നിനക്ക് എന്തെങ്കിലും അസുഖം വരും, നിന്റെ കിഡ്നി ഭയങ്കര സെൻസിറ്റീവ് ആണെന്ന് നിനക്കറിയില്ലേ. അങ്ങനെ അവർ മാജനോട് ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കുമായിരിക്കും. മാജൻ അത്ര വലിയ താല്പര്യമൊന്നുമില്ലെങ്കിലും അവൾ അത് കേട്ടിരിക്കുന്നുണ്ട്. മോളെ, നീ നിന്റെ മെഡിസിൻസ് എല്ലാം കൃത്യസമയത്തിന് കഴിക്കണം, ഒന്നുപോലും ഒഴിക്കാൻ പാടില്ല കേട്ടോ. ആദേശ്, ഇവള് ഞങ്ങൾ പറഞ്ഞൊന്നും കേൾക്കില്ല, അതുകൊണ്ട് നീ എപ്പോഴും ഇവളെ ശ്രദ്ധിക്കണം, നിന്റെ കണ്ണെപ്പോഴും ഇവളെ മേലത്തുണ്ടാവണമെന്ന് നെർമീൻ ആദേശിനോട് പറയും. അത് കേൾക്കുമ്പോൾ ആദേശ് അതിന് സമ്മതിക്കും. അപ്പോഴാണ് ഹൈദർ ആദേശിനോട് ചോദിക്കുന്നത്, അല്ല, ഈ കിഡ്നാപ്പിംഗ് കേസിനെ കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ നിനക്ക് കിട്ടിയോ? ഇതുവരെ എനിക്കൊന്നും കിട്ടിയിട്ടില്ല, എന്തെങ്കിലും കിട്ടുമ്പോൾ നിങ്ങളെ ഞാൻ അറിയിക്കാമെന്ന് ആദേശ് ഹൈദറിനോട് പറയും. സത്യം പറഞ്ഞാൽ നമ്മളിങ്ങനെ ദൂരെ പോയി അന്വേഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ചിലപ്പോൾ കുറ്റവാളികൾ നമ്മൾ മുന്നിൽ തന്നെ ഉണ്ടാവുമെന്ന് ഹൈദർ ആദേശിനെ ഉദ്ദേശിച്ച് മാജനോട് പറയും. അത് കേൾക്കുമ്പോൾ ആദേശിന് ദേഷ്യം വരും. അതിന് സ്ത്രീകളെ കിഡ്നാപ്പ് ചെയ്യാൻ ഞാൻ നിങ്ങളെ പോലെയല്ലല്ലോ, ഈ വക കിഡ്നാപ്പിംഗ് കാര്യങ്ങളൊക്കെ എന്നേക്കാൾ നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത്. നിങ്ങൾ സത്യം പറഞ്ഞാൽ ഞാൻ വെറുതെ വിടുന്ന തന്നെ മാജിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് മാത്രമാണ്. ഇതെല്ലാം കേൾക്കുമ്പോൾ മാജൻ അവിടെ നിന്ന് എഴുന്നേറ്റ് ഹൈദറിനോട് പറയും, നിങ്ങൾ എന്തായി കാണിക്കുന്നത്? ആദേശിനെ കുറിച്ച് ഇങ്ങനെ കുറ്റം പറയാൻ നിങ്ങൾക്ക് നാണമില്ലേ? ആദേശ് കാരണം മാത്രമാണ് ഞാനിപ്പോൾ ജീവിച്ചിരിക്കുന്നത് തന്നെ, എന്നിട്ട് നിങ്ങൾ അവനെയാണോ കുറ്റം പറയുന്നത്? ഇത് കേൾക്കുമ്പോൾ ഹൈദർ ആകെ ചമ്മി അവിടെ നിന്നും പോവും. അങ്ങനെ ഹൈദർ നെർമീനും പോയി കഴിഞ്ഞ ശേഷം അവർ രണ്ടുപേരും ആ ഗാർഡനിലൂടെ കുറച്ചു നേരം നടക്കുമ്പോഴാണ് മാജൻ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. ആദേശ് മാജന് വേണ്ടി ഒരു സർപ്രൈസ് ബ്രേക്ക്ഫാസ്റ്റ് ഗാർഡനിൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും. അത് കാണുമ്പോൾ അവൾക്ക് ഒത്തിരി ഹാപ്പി ആവും. ആദേശ്, നിങ്ങൾ എനിക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്തോ? ഞാൻ ഈ വാഷ്റൂമിൽ പോയ സമയത്ത് ചിച്ചക്കിനോട് ഇതെല്ലാം റെഡിയാക്കി വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കേൾക്കുമ്പോൾ മാജൻ ഒത്തിരി സന്തോഷമാവും. ആദേശ് മാജനോട് ഇങ്ങനെയൊക്കെ കെയർ കാണിക്കുന്ന കാണുമ്പോൾ അവൾ ആദേശിനോട് പറയും, നീ എന്നോട് എപ്പോഴും ഇതുപോലെ കൈൻഡായിട്ട് പെരുമാറാണെങ്കിൽ എനിക്കിതുപോലെ ഇടയ്ക്കൊക്കെ കിഡ്നാപ്പ് ചെയ്യുന്നതിൽ സന്തോഷമായി തോന്നുള്ളൂ. അത് കേൾക്കുമ്പോൾ ആദേശിന് ചിരി വരും. നീ എന്തൊക്കെയാണ് പറയുന്നത്? ഒന്നുമില്ല എന്ന് മാജനും പറയും. അതിനുശേഷം അവർ രണ്ടുപേരും നല്ല ആസ്വദിച്ച് നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് ഫുഡ് കഴിക്കായിരിക്കും. മാജൻ ആദേശിൻ്റെ വായിൽ വെച്ച് കൊടുക്കുന്നു, ആദേശ് മാജന് ഫുഡ് കൊടുക്കുന്നു, മാജൻ ആദേശിൻ്റെ ഫുഡ് എടുത്ത് കഴിക്കുന്നു. അങ്ങനെ അവർ രണ്ടുപേരും ഒരു ഹാപ്പി ബ്രേക്ക്ഫാസ്റ്റ് അവിടെ ഇരുന്ന് കഴിക്കുകയാണ്. അവരങ്ങനെ സന്തോഷത്തോടു കൂടി ഇരിക്കുമ്പോഴാണ് അവിടേക്ക് ആ സന്തോഷം കളയാനായിട്ട് ആസ്ലി വരുന്നത്. ആദേശ്, നീ ഇവിടെ ഇങ്ങനെ എൻജോയ് ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരിക്കുകയാണോ? നീ ഒരു മീറ്റിംഗ് രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇപ്പോൾ 11 മണി കഴിഞ്ഞു, ഇനി നീ വരുന്നില്ലേ? ഇത് കേൾക്കുമ്പോൾ ആദേശ് പറയും, ആ മീറ്റിംഗ് ഞാൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട. എന്ത്? നീ ആ മീറ്റിംഗ് ക്യാൻസൽ ചെയ്തോ? ആ മീറ്റിംഗ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു നിനക്ക് അറിയോ? എന്നിട്ട് നീ ഇപ്പോൾ ആ മീറ്റിംഗ് ക്യാൻസൽ ചെയ്ത് ഇവിടെ നിന്നിരുന്ന് ഫുഡ് കഴിക്കുകയാണോ?
ആ ഇപ്പം എനിക്ക് അതിനേക്കാളും പ്രയോറിറ്റി കൊടുക്കേണ്ട വേറെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ടെന്ന് അവൻ മേജനെ നോക്കി ആസിലോട് പറയും. അത് കേൾക്കുമ്പോൾ ആസിലേക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. ഓഹോ അങ്ങനെയാണല്ലേ, എങ്കിൽ നീ ഇവിടെ നന്നായിട്ട് എൻജോയ് ചെയ്ത് ഫുഡ് കഴിച്ചിരുന്നു എന്നും പറഞ്ഞ് ആസിൽ അവിടെ നിന്നും വാശി കാണിച്ച് പോവും. അതെല്ലാം കാണുമ്പോൾ മേജന് ഒത്തിരി വിഷമാവും. അതേഷ്, എനിക്ക് തോന്നുന്നത് നീ ആ മീറ്റിങ്ങിന് പോകണമെന്നായിരുന്നു. ഇതിപ്പം എല്ലാ കാര്യങ്ങളും ആകെ താൽമാറായില്ലേ, നീ ആ മീറ്റിങ്ങിന് പോകുന്നതായിരുന്നു നല്ലത്. ഏയ് ഇല്ല മജൻ, അത് കുഴപ്പമില്ല, ആ മീറ്റിംഗ് അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല, അത് നമുക്ക് പിന്നീട് നടത്താലോ. പിന്നെ ഇതൊന്നും ഈ കാരണമല്ല സംഭവിക്കുന്നത്, നീ ആ കാര്യം വിളിച്ച് വിഷമിക്കാൻ വേണ്ട. എന്തായാലും ഇപ്പം നടക്കുന്ന കാര്യത്തിലേക്ക് ഞാൻ ഒത്തിരി ഹാപ്പിയാണെന്ന് അദ്ദേഹം മജനോട് പറയും. അതേക്കുമ്പോൾ മജന് സന്തോഷമാവും. അങ്ങനെ അവർ അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് വീണ്ടും കണ്ടിന്യൂ ചെയ്യും. അപ്പോഴാണ് അവരുടെ വീട്ടിലേക്ക് അവരുടെ ഓഫീസേഴ്സായ അദേശിൻ്റെയും മജൻ്റെയും ഒക്കെ എംപ്ലോയീസ് അവിടേക്ക് വരുന്നത്. അത് കാണുമ്പോൾ അദേശം മജൻ അവരുടെ അടുത്തേക്ക് ചെല്ലും. അവരെല്ലാവരും കാണുമ്പോൾ മജന് ഒത്തിരി സന്തോഷമാവുന്നുണ്ട്. എത്രയും പെട്ടെന്ന് റിക്കവർ ആവട്ടെ എന്ന് അവർ 3 പേരും മജനോട് പറയും. അങ്ങനെ അവർ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അവിടേക്ക് ദമയത്തും നസീറും വരുന്നത്. അത് കാണുമ്പോൾ തന്നെ അദേശിൻ്റെ മൂഡ് പോവും. നസീർ വേഗം മേജൻ്റെ അടുത്തേക്ക് വന്ന് അവളോട് സംസാരിക്കാതിരിക്കും. മേജൻ, നിന്നെ ആലോചിച്ച് ഞാൻ എത്ര വിഷമിച്ചെന്നറിയോ എന്നും പറഞ്ഞ് അവൻ മേജൻ്റെ അടുത്തേക്ക് കൈ കൊണ്ടുവരുമായിരിക്കും. അത് കാണുമ്പോൾ അദേശ് വേഗം അതിൻ്റെ ഇടയിലൂടെ ദമയത്തിന് കൈ കൊടുക്കും. ദമയത്ത്, ഇവിടേക്ക് സ്വാഗതം. അത് കേൾക്കുമ്പോൾ നസീർ നല്ല ദേഷ്യം വരും. കാരണം അവന് മേജനോട് അടുക്കാനുള്ള ആ ഒരു ചാൻസ് അങ്ങ് മുടങ്ങിയല്ലോ. എന്നാലും എൻ്റെ മേജൻ, നീ ഞങ്ങൾ ഒരുപാട് പേടിപ്പിച്ച് കളഞ്ഞു. ദൈവം കൊണ്ട് മാത്രം നീ രക്ഷപ്പെട്ടു എന്ന് നസീർ മേജനെ നോക്കി പറയും. അത് കേൾക്കുമ്പോൾ ആ ദേഷ്യം മേജന്റെ കൈ പിടിച്ച് അവിടെ നിൽക്കുമായിരിക്കും. ഇതെല്ലാം കാണുമ്പോൾ നസീർ നല്ല ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ മേജൻ അവരോട് അവിടെ ഇരിക്കാൻ പറയും. ദമയത്ത് ബുറാക്കിന്റെ അടുത്തിരിക്കാൻ പോകുമ്പോൾ നസീർ അവൾ അവിടെ നിന്ന് മാറ്റി അവൻ അവിടെ കയറിയിരിക്കും. ഈ ബുറാക്കാരാന്ന് വെച്ചാൽ നമ്മുടെ അദേശിന്റെ സ്വന്തം അസിസ്റ്റന്റായ ജാഹിദിന്റെ ഒരു എംപ്ലോയി ആണ്. അതായത് അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാൾ. അവൻക്കാണെങ്കിൽ നമ്മുടെ ദമയത്തിനോട് ചെറിയൊരു ഫീലിങ്സ് ഉണ്ട്. ദമയത്തിനും അവനോട് ഇഷ്ടക്കേടൊന്നുമില്ല. അവർ രണ്ടുപേരും ഇടയ്ക്കിടയ്ക്ക് ഓഫീസിൽ ഒപ്പിടുന്ന വർത്തമാനം പറഞ്ഞ കാരണമെല്ലാം നസീർ ശ്രദ്ധിക്കാറുണ്ട്. അതുകൊണ്ടാണ് ദമയത്ത് ബുറാക്കിന്റെ അടുത്തൊന്നിരിക്കാൻ നോക്കിയപ്പോൾ നസീർ അത് തടഞ്ഞത്. അപ്പോൾ ഈ ഒരു ബുറാക്ക് എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ എല്ലാവരും അറിഞ്ഞിരിക്കണം. അങ്ങനെ അവരെല്ലാവരും അവിടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പം നമ്മുടെ മേജൻ്റെ അസിസ്റ്റൻ്റായ സാഹിർ പറയും, മേജൻ ഇത്രയും പെട്ടെന്ന് റിക്കവർ ആവാനുള്ള കാരണം എന്താണെന്ന് നന്നായിട്ട് എനിക്കറിയാം. കാരണം അവരുടെ കൂടെ അദേശ് സാറല്ലേ ഇരിക്കുന്നത്. അദേശ് സാറിന് ടേക്ക് കെയർ കൊണ്ടാണ് മേജൻ ഇത്രയും പെട്ടെന്ന് റിക്കവറായി വന്നത്. ഇത് കേൾക്കുമ്പോൾ മേജനും അദേശനും ഒത്തിരി സന്തോഷമാകുന്നുണ്ടെങ്കിലും നസീർ നല്ല ദേഷ്യം വരുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ മേജൻ പറയും, സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ ജീവിതകാലം മൊത്തം അദേശനോട് കടപ്പെട്ടിരിക്കുകയാണ്. അവൻ അന്നവിടെ വന്ന് എന്നെ രക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ജീവനോട് ഇരിക്കില്ലെന്ന് മേജൻ ഒത്തിരി സന്തോഷത്തോടു കൂടി അദേശിന്റെ മുഖത്തേക്ക് നോക്കി പറയും. അങ്ങനെ കുറച്ചു നേരം വർത്താനം പറഞ്ഞതിന് ശേഷം അവരെല്ലാവരും അവിടെ നിന്ന് പോവും. അത് കഴിയുമ്പോൾ നസീർ മേജനോട് ചോദിക്കും, അല്ല നീ ഇനി എന്നാ ഓഫീസിലേക്ക് വരാൻ പോകുന്നത്? ഒരുപാട് ദിവസം നീ വീട്ടിൽ തന്നെ ഇരിക്കാൻ പോവാണോ? അതേക്കുമ്പോൾ അദേശ് നസീറിനോട് പറയും, അവളെന്തായാലും ഇപ്പം അടുത്തൊന്നും ഓഫീസിലേക്ക് വരാൻ പോകുന്നില്ല, അവൾക്കിപ്പോൾ നല്ല റെസ്റ്റിൻ്റെ ആവശ്യമുണ്ട്. അതേക്കുമ്പോൾ മേജനും പറയും, അത് നസീർ, എന്തായാലും ഞാൻ ഇപ്പം അടുത്തൊന്നും വരാൻ പോകുന്നില്ല. അതേക്കുമ്പോൾ നസീർ നല്ല ടെൻഷനാവും. അതെന്താ മേജൻ, നീ എന്നും ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരുന്നാൽ നിനക്കത് ഒത്തിരി ബോറടിക്കില്ലേ? നീ പെട്ടെന്ന് ഓഫീസിലേക്ക് വരാൻ നോക്കും, ഇതാവുമ്പോൾ നിന്റെ മൈൻഡൊക്കെ പെട്ടെന്ന് മാറിക്കോളൂന്ന് നസീർ അവളോട് പറയും. അപ്പോഴാണ് അവിടേക്ക് ആസ്ലി വരുന്നത്. അത് കാണുമ്പോൾ നസീർ അവരോട് ചോദിക്കും, അല്ല ഇവളുടെ കിഡ്നാപ്പിനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോന്ന്? അതേക്കുമ്പോൾ അദേശം പറയും, ഇല്ല ഇതുവരെ അങ്ങനെ വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ല, എന്തായാലും ഞങ്ങളത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓ, അപ്പോൾ ഒന്നും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലേ? എന്തായാലും ഞാൻ എൻ്റെ ഭാഗത്തു നിന്ന് അന്വേഷിക്കുന്നുണ്ടെന്ന് നസീർ അദേശിനോട് പറയും. അപ്പോഴാണ് മേജൻ പെട്ടെന്ന് അവൾ റൂമിലേക്ക് പോകാൻ തോന്നും. അത് കാണുമ്പോൾ അദേശ് അവളോട് ചോദിക്കും, എന്തു പറ്റി, നീ ഓക്കെ അല്ലേ? അതേക്കുമ്പോൾ മേജൻ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ലെന്ന് അവൾ പറയും. അത് കാണുമ്പോൾ നസീർ ചോദിക്കും, ഇനി നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. അത് കേൾക്കുമ്പോൾ അദേശ് പറയും, അവൾക്ക് എന്താ വേണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, അത് ഞാൻ തന്നെ ചെയ്തു കൊടുത്തോളാം. അവൾക്കിപ്പോൾ നല്ല റെസ്റ്റിൻ്റെ ആവശ്യമുണ്ട്, വാ നമുക്ക് രണ്ടുപേർക്ക് റൂമിലേക്ക് പോകുമെന്ന് പറഞ്ഞ് അദേശ് മേജൻ്റെ കൈയും പിടിച്ച് അവിടെ നിന്നും പോകും. ഇതെല്ലാം കാണുമ്പോൾ നസീറിനും ആസ്ലിക്കും നല്ല ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ റൂമിലെത്തി അദേശ് മേജന് ഗുളികകളൊക്കെ എടുത്തു കൊടുക്കും. അതെല്ലാം കഴിച്ചു കഴിയുമ്പോൾ മേജന് വിഷമാവും. എന്താ അദേശ്, എനിക്കിപ്പോഴും ഇതൊന്നും റിക്കവർ ചെയ്യാൻ കഴിയുന്നില്ല. ഇപ്പോഴും ഞാൻ ഓരോ നൈറ്റ് മെയർസ് കണ്ടിട്ടാണ് എഴുന്നേക്കുന്നതിന്. അതെല്ലാം ആലോചിക്കുമ്പോൾ എനിക്ക് ഒത്തിരി വിഷമാവാണ്. ഞാനെന്താ ഒട്ടും സ്ട്രോങ് അല്ലേ? അതേക്കുമ്പോൾ അദേശ് അവളെ സമാധാനിപ്പിക്കും. അല്ല മേജൻ, ഒരിക്കലും നീ ഇങ്ങനെ സ്ട്രോങ് അല്ലെന്ന് പറയാൻ പാടില്ല. അങ്ങനെ അവളെ മോട്ടിവേറ്റ് ചെയ്യും. അപ്പോഴാണ് അദേശം പെട്ടെന്ന് ജമാലിൻ്റെ കോൾ വരുന്നത്. അത് കേൾക്കുമ്പോൾ അവൻ പെട്ടെന്ന് അവിടെ നിന്ന് പോകാൻ നിൽക്കും. അദേശ്, നീ എവിടേക്കാണ് പോകുന്നത്? ഒന്നുമില്ല മാജൻ, എനിക്ക് ചെറിയൊരു വർക്കുണ്ട്. അതെന്താ? അതേക്കുമ്പോൾ അദേശം പറയും, മാജൻ ഞാൻ പറഞ്ഞില്ലേ ചെറിയൊരു വർക്കുണ്ട്, അത്രേ ഉള്ളൂ, നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മേജൻ ഇങ്ങനെ ആ ടെൻഷൻ അടിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ അദേശം പറയും, മേജൻ നീ എൻ്റെ കാര്യങ്ങൾ ആലോചിച്ച് ഇങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല, എനിക്കൊന്നും സംഭവിക്കില്ല. ഇപ്പോൾ ജമാലാണ് വിളിച്ചത്, നമ്മുടെ വീടിൻ്റെ പുറകെ തന്നെ ഉണ്ട്, ഞാൻ അവിടെ വരെ ഒന്ന് പോയിട്ട് വരാമെന്ന് അദേശ് അവളോട് പറയും. അദേശ്, എന്തായാലും ഞാൻ നീ വരുമ്പോൾ നിൻ്റെ കൈ ഞാൻ നോക്കും, നിൻ്റെ കയ്യിൽ എന്തെങ്കിലും പാടുണ്ടെങ്കിൽ എനിക്ക് നീ ഫൈറ്റ് ചെയ്തോ ഇല്ലെന്ന് മനസ്സിലാവും, അതുകൊണ്ട് നീ ഫൈറ്റ് ചെയ്യാനൊന്നും പോകണ്ടെന്ന് മേജൻ അദേശിനോട് പറയും. അത് കേൾക്കുമ്പോൾ അദേശിന് ചിരി വരും. ഇല്ല മേജൻ, ഞാൻ ഇപ്പം തന്നെ വരാം, നീ പേടിക്കേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞ് അവൻ അവിടെ
അവിടെ നിന്ന് പോകും. സംഭവം എന്താണെന്ന് വെച്ചാൽ മേജനെ കിഡ്നാപ്പ് ചെയ്ത ഒരാൾ ടാറ്റു അടിച്ചിട്ടുണ്ടായിരുന്നു. ആ ടാറ്റുവിൻ്റെ കാര്യം അവൾ അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപ്രകാരമാണ് അവർ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ ഒരാളെ അവർക്ക് കണ്ടു കിട്ടിയിട്ടുണ്ട്. അയാൾ ഈ ടാറ്റു അടിച്ച ആളുടെ കസിൻ ആണെന്നാണ് പറയുന്നത്. അങ്ങനെ അയാളെ കൊണ്ടിരുത്തിയിരിക്കുകയാണ് ഇപ്പം ജമാൽ. അവിടേക്കാണ് അദ്ദേഹം വന്നിട്ടിരിക്കുന്നത്. സത്യം പറ, നീ ആരാ? നിനക്ക് അവൻ എങ്ങനെ അറിയാം? അവൻ്റെ ആരെന്നൊക്കെ ചോദിക്കുമ്പോൾ അയാൾ അവൻ്റെ കസിനാണെന്ന് പറയും. അവൻ്റെ പേര് കാസിമാണ്. അങ്ങനെ അവനെക്കുറിച്ച് അദ്ദേഹം ഒരുപാട് ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. അതെല്ലാം അവൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവനെൻ്റെ കസിനാണെന്ന് മാത്രമേ ഉള്ളൂ, എനിക്ക് അവനെക്കുറിച്ച് വേറെ കാര്യങ്ങളൊന്നും അറിയില്ല. ഇതെല്ലാം കേൾക്കുമ്പോൾ അദ്ദേഹം നല്ല ദേഷ്യം വരും. അവനെ അടിക്കാൻ വേണ്ടി പോകുമായിരിക്കും. അപ്പോഴാണ് പെട്ടെന്ന് മേജൻ പറഞ്ഞ കാര്യം ആലോചിക്കുന്നത്. അവനെങ്ങാനും അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ്റെ കയ്യിൽ പാട് വരും. അപ്പോൾ മേജൻ അവൻ ഫൈറ്റ് ചെയ്തെന്ന് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ അവൻ അടിക്കാതെ ജമാലോട് അടിക്കാൻ പറയും. ജമാലിങ്ങനെ അവസരം കിട്ടിയതിൽ അവൻ ഒത്തിരി ഹാപ്പി ആവും. നോക്ക് മോനെ, ഇപ്പം ഞാനാണ് നിന്നെ അടിച്ചത്. പക്ഷേ അദ്ദേഹം നിനക്ക് അറിഞ്ഞിട്ടാണ്. അവൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ നിനക്കത് ഒരുപാട് ദിവസത്തിനുള്ളതായിട്ടുണ്ടാവും. അതുകൊണ്ട് നീ മര്യാദക്ക് പറയുന്നതായിരിക്കും നല്ലത്. അങ്ങനെ അവരെല്ലാവരും ഇങ്ങനെ കാണിക്കുമ്പോൾ അയാൾ വേറെ നിവർത്തില്ലാതെ കാര്യങ്ങളെല്ലാം പറയും. അവനെൻ്റെ കസിനാന്ന് പറയുന്നത് ശരി തന്നെയാണ്. പക്ഷേ ഞങ്ങൾ തമ്മിൽ അങ്ങനെ കോണ്ടാക്റ്റ് ഒന്നുമില്ല. അവൻ എപ്പോഴേലൊക്കെ ഒരിക്കലേ ഞാൻ കാണാൻ തന്നെ ഉള്ളൂ. വർഷങ്ങൾ കഴിയുമ്പോഴാണ് ഞങ്ങൾ തമ്മിൽ സംസാരിക്കുന്നത് തന്നെ. ഇപ്പം അവനെ കണ്ടിട്ട് തന്നെ ഒരുപാട് കാലമായി. അവനിപ്പോൾ എവിടെയെന്ന് എനിക്കറിയില്ലെന്ന് പറയും. പക്ഷേ ഇതെല്ലാം കേൾക്കുമ്പോഴും അദ്ദേഹത്തിന് നല്ല സംശയമായിരിക്കും. നീ ഇപ്പോഴും എന്തോ കാര്യങ്ങൾ മറച്ചു വെക്കുന്നുണ്ട്. മര്യാദക്ക് നീ അത് പറയുന്നതായിരിക്കും നല്ലതെന്ന് അവർ ഒരുപാട് തവണ അവരോട് പറഞ്ഞു നോക്കും. അപ്പോൾ അവിടേക്ക് ഇതെല്ലാം കണ്ട് ആസ്ലി വരുന്നുണ്ട്. ആസ്ലി ഇതെല്ലാം കണ്ട് ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. അപ്പം ഒരുപാട് തവണ അവർ ചോദിക്കുമ്പോൾ അയാൾ നിവർത്തിയില്ലാതെ അവരോട് കാര്യങ്ങൾ പറയും. ഇന്നലെ അവൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവൻ്റെ അടുത്തേക്ക് ഏതൊരാൾ വന്ന് ഒരുപാട് പൈസ ഓഫർ ചെയ്തു. അവൻ്റെ പേര് മാത്രമേ എനിക്ക് അറിയണ്ടായിരുന്നുള്ളൂ. എന്തോ റിഷാദ് എന്നായിരുന്നു അവൻ്റെ പേര്. അവൻ്റെ പേരിൻ്റെ ലാസ്റ്റ് നെയിം ഒന്നും എനിക്കറിയില്ല. അവനെക്കുറിച്ച് വേറെ ഡീറ്റെയിൽസ് എനിക്കറിയില്ല. അതിനുശേഷം എൻ്റെ കസിന് ഇവിടെ നിന്ന് നാട് വിട്ടിട്ടുണ്ട്. അവൻ ഈ രാജ്യത്ത് തന്നെ പോയി എന്ന് അവൻ അവരോട് പറയും. ഇതെല്ലാം കേൾക്കുമ്പോൾ ആദേശിനും ജമാലും നല്ല ദേഷ്യം വരും. എന്തായാലും ഇവൻ പറയുന്ന കാരണമൊക്കെ ശരിയാണെന്ന് തോന്നുന്നത്. ഇനി ഇതിൽ കൂടുതൽ കാരണം ഇവനക്ക് അറിയില്ലെന്ന് തോന്നുമെന്ന് ആദേശ് ജമാലിനോട് പറയും. അങ്ങനെ അവരെല്ലാവരും പോലീസിൽ ഏൽപ്പിക്കാൻ തീരുമാനിക്കും. പിന്നീട് കാണിക്കുന്നത് മേജനെയാണ്. അവളുടെ റൂമിൽ ബുക്ക് വായിച്ചുകൊണ്ട് കിടക്കുകയായിരിക്കും. അപ്പോഴാണ് അവിടേക്ക് മുസൈൻ വരുന്നത്. എടി, നീ നിന്റെ ഇമോഷണൽ ഡ്രാമയ്ക്ക് നിർത്തി വെച്ചേക്ക്. ഇത് ചിലപ്പോൾ ആദേശിൻ്റെ അടുത്ത് പോവായിരിക്കും. പക്ഷേ എൻ്റെ അടുത്ത് ഒരിക്കലൊന്നും വില പോയില്ല. അതുകൊണ്ട് ഞങ്ങളുടെ മുന്നിൽ നീ അഭിനയിക്കുന്നൊക്കെ നിർത്തിയേക്ക്. ഇതെല്ലാം കേൾക്കുമ്പോൾ മേജൻ ഒത്തിരി വിഷമാവും. മേജൻ പറയും, നിങ്ങൾക്ക് പറയാനുള്ളത് കഴിയെങ്കിൽ ഞാൻ എൻ്റെ ബുക്കൊന്ന് വായിച്ച് തീർക്കട്ടെ. അത് കേൾക്കുമ്പോൾ മുസൈൻ നല്ല ദേഷ്യം വരും. അവളുടെ പുതപ്പെല്ലാം മാറ്റി മേജനെടുത്ത് താഴേക്ക് ഒറ്റ കയറ്. അതും കൂടി ആകുമ്പോൾ മേജൻ ഒത്തിരി വിഷമാവും. അവൾക്കാകെ കരച്ചിലൊക്കെ വന്ന് അവിടെ ഒരു വിധത്തിൽ എഴുന്നേക്കും. മര്യാദക്ക് നിങ്ങൾ ഈ റൂമിൽ നിന്ന് പോയിക്കോ. ഇത് കേൾക്കുമ്പോൾ മുസൈൻ നല്ല ദേഷ്യം വരും. ഡി, നീ ആരാടി എന്നെ ഈ റൂമിൽ നിന്ന് പുറത്താക്കാൻ? 2 ദിവസമായിട്ട് നിന്റെ നാക്കിൻ്റെ നീളം വല്ലാതെ കൂടുന്നുണ്ട്. അദ്ദേഹം ചിലപ്പോൾ നിന്റെ അവസ്ഥ കണ്ട് ദയ തോന്നുന്നുണ്ടാവും. പക്ഷേ ഞാൻ ചത്തിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ നിന്റെ അഭിനയത്തിലൊന്നും എനിക്ക് ഒരു ദയ നിന്നോട് തോന്നാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ നിന്റെ സ്ഥാനം എവിടെയെന്ന് ഞാൻ നിനക്ക് തന്നെ കാണിച്ചു തരും എന്നും പറഞ്ഞ് അവളെ എങ്ങനെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോഴാണ് അവിടേക്ക് അദ്ദേഹം വരുന്നത്. ഈ ഒച്ചപ്പാടെല്ലാം കേട്ട് അവൻ അവരുടെ കാര്യം എന്താ തിരക്കുമ്പോഴേക്കും മുസൈൻ അവളുടെ ദേഹത്തുനിന്ന് കൈയെടുത്തിട്ടുണ്ടാവും. എന്തു പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അവരൊന്നും പറയില്ല. ഇവളുടെ യഥാർത്ഥ സ്ഥാനം എന്താണെന്ന് ഞാൻ ഒന്ന് കാണിച്ചു കൊടുക്കാൻ വന്നതാ. അതുമല്ല, തമ്പുരാട്ടിയുടെ അവസ്ഥയൊക്കെ ഇപ്പം എങ്ങനെയുണ്ടെന്ന് ഞാനൊന്ന് അറിയണമല്ലോ എന്നും പറഞ്ഞ് മുസൈൻ അവിടെ നിന്നും പോവും. അത് കഴിയുമ്പോൾ ആദേശ് അവളോട് ചോദിക്കും, എന്താ പറ്റിയത്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പക്ഷേ മേജനൊന്നും പറയില്ല. ഇല്ല ആദേശ്, ഒന്നുമില്ല. ആദേശ് അവിടെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് കാണുമ്പോൾ മേജൻ അവനോട് പറയും, ആദേശ് നീ എന്നെ ഇങ്ങനെ നോക്കരുത്. എങ്ങനെ നോക്കരുതെന്ന് നീ പറയുന്നത്? ഒന്നുമില്ല, നീ എന്നെ ഇങ്ങനെ ദയോട് നോക്കണ്ട. എനിക്ക് നീ ഇനിയൊന്നും ചെയ്തു തരണ്ട. ഞാൻ ഒരിക്കലും ആരുടെയും ഭാരമാവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മേജൻ്റെ കണ്ണു നിറഞ്ഞ് അവൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ ആദേശം എന്തോ പോലെയാവും. ഞാൻ കുറച്ചു നേരം ഉറങ്ങട്ടെന്ന് പറഞ്ഞ് അവിടെ കിടക്കുമ്പോഴും അവൾ കരഞ്ഞുകൊണ്ടായിരിക്കും കിടക്കുന്നത്. ഇതെല്ലാം കാണുമ്പോൾ ആദേശിന് കാര്യം മനസ്സിലാവും. അവൻ നേരെ മുസൈൻ്റെ അടുത്തേക്ക് പോയി കാര്യങ്ങൾ ചോദിക്കും. നിങ്ങൾ എന്താ കാണിച്ചത്? മേജൻ നിങ്ങൾ വീണ്ടും ഉപദ്രവിച്ചോ? അത് കേൾക്കുമ്പോൾ മുസൈനും പറയും, ഞാൻ അവളുടെ നില എന്താണെന്ന് അവൾക്ക് കാണിച്ചു കൊടുത്തു. വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ അവളുടെ മെത്ത് വെറുതെ മെക്കിട്ട് കയറാൻ പോകണ്ടെന്ന്. അവളിപ്പോൾ ഒന്നാമത് വയ്യാണ്ടിരിക്കല്ലേ, എന്നിട്ട് നിങ്ങൾ എന്തിനാണ് അവളോട് ഇങ്ങനെ ദ്രോഹിക്കുന്നത്? അവൾ എന്തൊക്കെയാണെങ്കിലും ആ ഹൈദറിൻ്റെ മകളല്ലേ. അവളോട് എനിക്ക് ഇത്രയൊക്കെ ദയ കാണിക്കാൻ പറ്റൂ. അതുമല്ല, അവക്കിനി എന്തെങ്കിലും സംഭവിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല. ഇത് കേൾക്കുമ്പോൾ ആ ദേഷ്യം നല്ല ദേഷ്യം വരും. ഈ കാര്യത്തിൽ നിനക്ക് നല്ല ദേഷ്യം വരുമെന്ന് എനിക്കറിയാം. പക്ഷേ ഹൈദറും അവരുടെ കുടുംബവും നമ്മളോട് എന്താ ചെയ്തതെന്ന് നീ ഒരിക്കലും മറക്കരുത്. എൻ്റെ ഭർത്താവിനെയും എൻ്റെ മകനെയാണ് അവർ കൊന്നത്. ആ ഫാമിലിക്ക് എനിക്ക് ഒരു ദയം കാണിക്കാൻ കഴിയില്ല. എൻ്റെ കുടുംബത്തെയും സന്തോഷത്തെയും ഇല്ലാതാക്കിയ ഹൈദർ എൽദ്രിമിനോടോ അവൻ്റെ മകൾ മേജൻ എൽദ്രിമിനോടോ ഒരു ദയം കാണിക്കേണ്ട ആവശ്യം എനിക്കില്ല. ഇത് കേൾക്കുമ്പോൾ ആദേശ് നല്ല ദേഷ്യം വരും. അവളിപ്പോൾ എൽദ്രിമല്ല, അവളിപ്പോൾ ആദേശ് ഖറാൻ്റെ ഭാര്യ മേജൻ ഖറാനാണ്. അതുകൊണ്ട് തന്നെ അവൾ ശിക്ഷിക്കേണ്ട ഒരാവശ്യമില്ല.
അവൾ നിന്റെ ഭാര്യ ഇപ്പോൾ ആയിരിക്കാം, പക്ഷേ നീ അവളെ ഡിവോഴ്സ് ചെയ്യില്ലേ, അപ്പോൾ പിന്നെ എന്താ കുഴപ്പം? അത് കേൾക്കുമ്പോൾ ആദേശ് നല്ല ദേഷ്യം വരും. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? എന്തൊക്കെയാണെങ്കിലും മേജൻ ഇതിലൊരു തെറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ അവൾ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇനി നിങ്ങൾ അവൾ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യാമെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം എന്നോട് ഉത്തരം പറയേണ്ടി വരും. ഇത് ഞാൻ നിങ്ങൾ വാൺ ചെയ്യണമെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്നും പോകും. ഇതെല്ലാം കേൾക്കുമ്പോൾ മുസൈലും ആസിലിക്കും നല്ല ദേഷ്യവും സങ്കടവും വരുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് മേജനെയാണ്. അവൾ രാത്രി കിടന്നുകൊണ്ടിരിക്കുമ്പോൾ മൊത്തം ആലോചിക്കുന്നത് മുസൈനെ കുറിച്ചാണ്. അവർ പറഞ്ഞ കാര്യങ്ങൾ ആലോചിച്ച് അവൾ ആകെ വിഷമിച്ചിരിക്കുകയായിരിക്കും. ആദേശാണെങ്കിൽ അവളെ തൊട്ട് മുന്നേ തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവളിങ്ങനെ കിടന്ന് വിറക്കുന്നത് കാണുമ്പോൾ ആദേശ് അവളുടെ അടുത്തേക്ക് പോയി ചോദിക്കും, എന്തു പറ്റി? അത് കേൾക്കുമ്പോൾ അവൾക്ക് തണുക്കുന്നുണ്ടെന്ന് പറയും. അതുകൊണ്ട് തന്നെ അവൻ അവിടെ ഇരിക്കുന്ന ജാക്കറ്റും 2 ലെയർ പുതപ്പും ഒക്കെ ഇട്ട് അവളെ സേഫാക്കി വെക്കുമായിരിക്കും. പക്ഷേ അവൻ അവളെ തൊട്ട് നോക്കുമ്പോൾ അവൾ ഐസ് പോലെ ആയിരിക്കും ഇരിക്കുന്നുണ്ടാവുക. നീ ഇപ്പം ഐസ് പോലെയാണ് ഇരിക്കുന്നത്, ഈ അവസ്ഥയിൽ നിന്നെ ഇങ്ങനെ ഇട്ടിട്ട് പോകാൻ കഴിയില്ല, വേഗം നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകണമെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകാൻ നിൽക്കുമായിരിക്കും. പക്ഷേ അത് വേണ്ടെന്ന് മേജൻ പറയും. എനിക്ക് സാരമില്ല, ഡോക്ടറെ ഞാൻ ഇവിടെ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകായിരിക്കും. അപ്പോൾ അവൾ അവൻ്റെ കൈ പിടിച്ച് അവനെ തടയും. വേണ്ട ആദേശ്, എല്ലാം ശരിയാവും, അതൊന്നും കുഴപ്പമില്ല, ഞാൻ കുറച്ചേരം ഇരിക്കുമ്പോൾ ചൂടെടുത്തോളും. അത് കേൾക്കുമ്പോൾ ആദേശ് അവളുടെ അടുത്ത് തന്നെ വന്നിരിക്കും. മേജൻ, നീ പേടിക്കണ്ട, നിനക്കൊന്നും സംഭവിക്കില്ല. അത് കേൾക്കുമ്പോൾ ആദേശിൻ്റെ കൈ പിടിച്ച് അവൾ പറയും, ആദേശ് നീ ഇപ്പം എൻ്റെ കൈ വിട്ട് എവിടേക്കും പോകരുത്. അത് കേൾക്കുമ്പോൾ ആദേശ് അവളുടെ അടുത്തേക്ക് ഒന്ന് പറയും, ഇല്ല മേജൻ, ഞാൻ ഒരിക്കലും നിൻ്റെ അവസ്ഥ നന്നാവുന്ന വരെ ഞാൻ നിന്നെ വിട്ട് എവിടേക്കും പോയില്ല, ഞാൻ എപ്പോഴും നിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. ഇതെല്ലാം കേൾക്കുമ്പോൾ മേജൻ ഒത്തിരി വിഷമാവും. ആദേശ്, ഞാൻ കാരണം നിനക്ക് ഇത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടല്ലേ, ഞാൻ നിനക്ക് ഒരു വലിയ ഭാരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് കേൾക്കുമ്പോൾ അവൻ അവളുടെ വാ പൊത്തിപ്പിടിക്കും. ഇല്ല മേജൻ, നീ ഒരിക്കലും ഇതുപോലത്തെ കാര്യമൊന്നും എന്നോട് പറയരുത്, നീ ഒരിക്കലും എനിക്ക് ഭാരമായിട്ട് തോന്നിയിട്ടില്ല, നീ എപ്പോഴും എൻ്റെ ശക്തിയായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അവളിങ്ങനെ തണുത്തിരിക്കുന്ന കാണുമ്പോൾ അവൻ ആ പുതപ്പ് മാറ്റി അവിടെ വന്ന് കിടക്കും. അങ്ങനെ അവൻ ചേർത്ത് പിടിച്ച് അവൻ അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കിടക്കും. ഇനി നീ വേഗം ഉറങ്ങിക്കോ, ഞാൻ നിൻ്റെ അടുത്ത് തന്നെയുണ്ട്, നീ ഒരിക്കലും പേടിക്കണ്ട, വേഗം നീ കണ്ണടച്ച് ഉറങ്ങിക്കോ എന്ന് പറയും. അത് കേൾക്കുമ്പോൾ മേജൻ ആദേശിനെ കെട്ടിപ്പിടിച്ച് അവൾ അവൻ്റെ നെഞ്ചത്ത് കിടന്നുറങ്ങും. അവളെ ഉറക്കി കിടത്തുമ്പോൾ അവൻ്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടാവും. അവൻ മനസ്സിൽ പറയും, ഈ പ്രണയം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല, പക്ഷേ എങ്കിലും എൻ്റെ മനസ്സ് നിന്നെ തന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വിഷയത്തിൽ ഞാൻ എന്നെ തന്നെ ഒരുപാട് അടിച്ചമർത്താൻ നോക്കി, പക്ഷേ എനിക്ക് നിന്നോടുള്ള സ്നേഹം അതൊരിക്കലും എനിക്ക് മറച്ചേക്കാൻ കഴിയുന്നില്ല മേജൻ, കാരണം ഞാനിപ്പോൾ മറ്റെന്തിനേക്കാൾ കൂടുതൽ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. നിന്നെ വേർപിരിഞ്ഞ് നടക്കാമെന്ന് പറഞ്ഞത് അതെനിക്കിപ്പോൾ ആലോചിക്കാൻ കൂടി കഴിയുന്നില്ല. നീ ഇല്ലാത്തൊരവസ്ഥയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സ് വേദനിക്കുകയാണ് മേജൻ എന്നവൻ അവനോട് തന്നെ ഒത്തിരി വിഷമത്തോടു കൂടി പറയാണ്. ഈ ഒരു അടിപൊളി സീൻ കാണിച്ചതോടുകൂടി അറഫ്ത സീരീസിൻ്റെ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുകയാണ്. പിന്നെ ഫ്രണ്ട്സ്, നാളെ ഈദായതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കഴിയില്ല കേട്ടോ, കാരണം എല്ലാവർക്കും അറിയാം ഇതിന് നമുക്ക് ഒത്തിരി ബിസി ആയിരിക്കും അല്ലേ, നമുക്ക് വേറെ ഒരുപാട് പണികളുണ്ടാകും, നമുക്ക് ഒരുപാട് വീട്ടിലേക്ക് പോകേണ്ടി വരും. അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കഴിയില്ല, എഡിറ്റ് ചെയ്യാനുള്ള ഒരു സമയം നമുക്ക് കിട്ടുകയില്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ നല്ല ഡീറ്റെയിൽഡ് ആയിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അതായത് അദേശിൻ്റെയും മേജൻ്റെയും ഡയലോഗ്സും അവരുടെ സീനുകളും എല്ലാം നമ്മൾ നന്നായിട്ട് മനോഹരമായിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു അടിപൊളി എപ്പിസോഡ് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബൈ.